പ്രകടന പത്രികയ്ക്കെതിരായ ബി.ജെ.പി. നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഈ പരാമർശം, അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന പരാമർശം, അത് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഒരു പരാതിയായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം ബി.ജെ.പി. എടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ഒരു വിമർശനത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഏപ്രിൽ 6-ന് ആ വിമർശനത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം എന്നുള്ളത് കോൺഗ്രസിൻ്റേത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയ്ക്ക് സമാനമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പ്രകടന പത്രികയിലെ മറ്റ് ഭാഗങ്ങൾ എന്നുള്ളത് ഇടത് പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നും നുണകൾ കുത്തി നിറച്ചതാണ് പ്രകടന പത്രിക എന്നതടക്കമുള്ള തുടർച്ചയായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ പവൻ ഖേര, മുകുൾ വാസ്നിക്, സൽമാൻ ഖുർഷിദ് എന്നിവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയോട് ഉപമിച്ച നടപടി, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുഴുവനായും കള്ളങ്ങളാണ് എന്ന പരാമർശം അടക്കമുള്ള പരാമർശങ്ങളിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ, ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ജനങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നതും. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇത്തരത്തിൽ ഈ ലംഘനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഉചിതമായ നടപടിയെടുക്കണം എന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.